ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു പാർട്ട് 10. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, it is explain how the complexes of nickel NiCN4 2- and NiCO4 has two different structures but do not differ in their magnetic behavior. അതായത് ഈ രണ്ട് കോംപ്ലക്സുകളുടെ NiCN4 2- NiCO4 എന്ന് പറയുന്ന കോംപ്ലക്സിന്റെയും സ്ട്രക്ചറുകൾ ഡിഫറെന്റ് ആണ്, ബട്ട് their magnetic behaviors are same എന്നുള്ളതാണ് പറഞ്ഞിരിക്കുക. നമ്മൾ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും വി ഗോ ഫോർ ദ VB തിയറി. ഓക്കെ, നമ്മൾ അക്കോർഡിംഗ് ടു VB തിയറി പറയുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ രണ്ട് കോംപ്ലക്സുകളുടെയും ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ NiCN4 2- എന്ന് പറയുന്ന കോംപ്ലക്സ്. നമുക്കറിയാം ഇവിടെ ആദ്യം നോക്കേണ്ടത് നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോ ഇവിടെ 2- ചാർജ് പുറത്തുണ്ട്, CN എന്ന് പറയുന്നത് -1 സ്റ്റേറ്റ് ആണ്. അപ്പൊ -4 -2 പുറത്ത്. അപ്പൊ നിക്കൽ എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആൻഡ് നിക്കൽ 2+ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഓക്സിഡേഷൻ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എങ്ങനെയായിരിക്കും വരിക, ദാറ്റ് ഈസ് 3d8 കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, 3d8 എന്നുള്ളതാണ് നിക്കൽ 2+ന്റെ വാലൻസ് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുക, നമ്മുടെ കയ്യിലുള്ളത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ. നമുക്കറിയാം CN- എന്ന് പറയുന്നത് that is nothing but it is a strong field ligand ആണ്. So this is a strong field ligand. Strong field ligand എന്ന് പറയുമ്പോൾ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, പെയറിംഗ് എനർജിയെക്കാളും കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ 3D ഓർബിറ്റലിലുള്ള 8 ഇലക്ട്രോൺസും എന്ത് ചെയ്യപ്പെടുന്നു, ഇറ്റ് ഗെറ്റ്സ് പെയർഡ് അല്ലെ. So this is what we call 3D orbital 1, 2, 3, 4 and 5. So ഈ പറഞ്ഞ 8 ഇലക്ട്രോൺസ് പെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, 1, 2, 3, 4, 5, 6, 7, 8. Fine. ഇനി നമ്മൾ ഹൈബ്രിഡൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലെ. നമുക്ക് 4 വേക്കന്റ് ഓർബിറ്റൽസ് വേണം. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉണ്ട്, d ഓർബിറ്റൽ ഒരെണ്ണം എന്താണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ വേക്കന്റ് ആണ്. ഇനി നമ്മൾ അടുത്ത വേക്കന്റ് ഓർബിറ്റൽസ് 3 എണ്ണം കൂടി വേണം, ദാറ്റ് ഈസ് വാട്ട് വി കോൾ 4s-ൽ നിന്ന് ഒരു വേക്കന്റ് ഓർബിറ്റൽ നമ്മൾ എടുക്കുന്നു. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഓർബിറ്റൽ വിച്ച് ഈസ് ഇൻവോൾവിംഗ് ഇൻ ഹൈബ്രിഡൈസേഷൻ. അടുത്തത് നമ്മൾ ഈ പറഞ്ഞതുപോലെ 4p ഓർബിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ 3 വേക്കന്റ് ഓർബിറ്റൽസിൽ നിന്ന് 2 എണ്ണം കൂടി എടുക്കുന്നു. ഫൈൻ. അപ്പോൾ ഇത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ഓർബിറ്റൽസ് ആണ് ഇവിടെ ഹൈബ്രിഡൈസേഷന് പങ്കെടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹൈബ്രിഡൈസേഷൻ ഷുഡ് ബി എന്തായിരിക്കും, DsP2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും അല്ലെ. ഒരു d ഓർബിറ്റൽ 3D ഓർബിറ്റലിൽ നിന്ന്, then 4s-ൽ നിന്ന് ഒരെണ്ണം, അതുപോലെ 4p-ൽ നിന്ന് 2 എണ്ണം. സോ ദിസ് ഇസ് വാട്ട് വി കോൾ DsP2 ഹൈബ്രിഡൈസേഷൻ. നമുക്കറിയാം DsP2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഈസ് വാട്ട് വി കോൾ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് ആണ്. അതായത് ഈ ഒരു കോംപ്ലക്സിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും, വാട്ട് വി കോൾ സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആയിരിക്കും. ഫൈൻ. അതായത് ഈ പറഞ്ഞ പോലെ നിക്കൽ നമ്മൾ സ്ക്വയർ പ്ലെയിനാർ ആയിട്ട് അലൈൻ ചെയ്യപ്പെടും. ആൻഡ് ഈ പറഞ്ഞ പോലെ 4 CN ഗ്രൂപ്പുകൾ എന്തായിരിക്കും, ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോംപ്ലക്സിലേക്ക് ഇതാ ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ ജോമെട്രി ഓഫ് ദിസ് കോംപ്ലക്സ്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ജോമെട്രി നമ്മൾ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് വാട്ട് വി കോൾ NiCN4 2- എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് വി കോൾ സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എങ്ങനെയാണ്. നമുക്കറിയാം എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ there is no unpaired electron എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് that is equal to is a diamagnetic കോംപ്ലക്സ് ആയിരിക്കും അല്ലെ. അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 0 ആയതുകൊണ്ട് ഇറ്റ് ഈസ് വാട്ട് വി കോൾ എന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോ ഇതിന്റെ വാട്ട് വി കോൾ ഈ കോംപ്ലക്സിന്റെ ജോമെട്രി എന്ന് പറയുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്. ബട്ട് ഈ കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ നമുക്ക് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഒരു ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കി, വി ഗെറ്റ് വാട്ട് DsP2 ഹൈബ്രിഡൈസേഷൻ. അതുകൊണ്ട് സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആണ്.
നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, എല്ലാം പെയർഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്തായിരിക്കും വരിക? ഡയാമാഗ്നറ്റിക് ബിഹേവിയർ. ക്ലിയർ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് കോംപ്ലക്സിലേക്ക് വരികയാണ്. നെക്സ്റ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഏതായിരുന്നു? ദാറ്റ് ഈസ് NiCO4 2- എന്ന് പറയുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് കോംപ്ലക്സ് അല്ലെ. നമ്മൾ നെക്സ്റ്റ് കോംപ്ലക്സിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് NiCO4 2- ഇല്ല, സോറി, NiCO4 നിക്കൽ ടെട്രാകാർബണേറ്റ്. നമ്മൾ ഇവിടെയും ഹൈബ്രിഡൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഓവറോൾ ഈ കോംപ്ലക്സിന്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ് കാർബണിൽ എന്നുള്ളത്, അപ്പൊ അത് 0 വരും. സോ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നിക്കൽ ഈസ് ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ? അപ്പൊ നിക്കൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3d8 എന്നുള്ളതാണ് ഇത് വരിക നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് CO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലെ. എന്ന് വെച്ചാൽ പെയറിംഗ് എനർജിയേക്കാളും വളരെ കൂടുതലാണെന്ത് അതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ മൊത്തം ഇലക്ട്രോൺസും അവിടെ എന്ത് ചെയ്യപ്പെടും? ഈ പറഞ്ഞതുപോലെ പെയർ ചെയ്യപ്പെടും. അതായത് മൊത്തം 10 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 10 ഇലക്ട്രോൺസും ഇവിടെ എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? പെയർ ചെയ്യപ്പെടും. 1 2 3 4 5 ഇതിലേക്ക് 10 ഇലക്ട്രോൺസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 1 2 3 4 5 6 7 8 9 and 10. So this is what we call the electronic configuration is. Fine. And ഇവിടെ 3D-യില് മൊത്തം എത്രയുണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. 4s-ല് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, 4p-യിലും ഇലക്ട്രോൺസ് ഉണ്ടാവില്ല അല്ലെ. ഇനി നമ്മൾ നോക്കുക ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ. എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട്? നമുക്കറിയാം ഇതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും we need 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പൊ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേക്കന്റ് ഓർബിറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു s ഓർബിറ്റലിനെ എടുക്കുന്നു, അതുപോലെ തന്നെ 3 p ഓർബിറ്റലിനെ ഹൈബ്രിഡൈസേഷന് ഇൻവോൾവ് ചെയ്യിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഹൈബ്രിഡൈസേഷൻ വരിക എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് വി കോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. നമുക്കറിയാം sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിന്റെ ജോമെട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും വരിക. ക്ലിയർ? അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ കോംപ്ലക്സിന്റെ കേസിൽ ജോമെട്രി എന്തായിരുന്നു? ഇറ്റ് ഈസ് വാട്ട് വി കോൾ സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആയിരുന്നു. ഇവിടെ ജോമെട്രി എന്താണ്? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. ഇനി ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ബിഹേവിയർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം എല്ലാ ഇലക്ട്രോൺസും എന്താണ്? ഓൾ ഇലക്ട്രോൺസ് ആർ പെയർഡ് ആണ് അല്ലെ. അതായത് ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 0 ആണ്. അപ്പൊ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ദിസ് കോംപ്ലക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ കോംപ്ലക്സും എന്ത് തന്നെയാണ്? ഡയാമാഗ്നറ്റിക് ആണ്. ക്ലിയർ? ആൻഡ് ദിസ് കോംപ്ലക്സ് ഈസ് ഓൾസോ ഡയാമാഗ്നറ്റിക്. അപ്പോ രണ്ടിന്റെയും മാഗ്നറ്റിക് ബിഹേവിയർ സെയിം ആണ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. പക്ഷെ അവയുടെ ജോമെട്രീസ് എന്താണ്? ഡിഫറെന്റ് ആണ്. വൺ ഈസ് സ്ക്വയർ പ്ലെയിനാർ ആൻഡ് ദിസ് വൺ ഈസ് വാട്ട്? ടെട്രാഹെഡ്രൽ ജോമെട്രി. ക്ലിയർ? വിവിധയുടെ ബേസിൽ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ കോംപ്ലക്സസ്. ഫൈൻ. യാ. Then go for the next question. Next question is, this is your next question. That is, draw the diagram depicting crystal field splitting an octahedral environment of d orbitals. Label the diagram properly. Calculate the crystal field stabilization energy, that is CFSE, for D3 configuration. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ എൻവയോൺമെന്റ് എന്താണെന്ന് നോക്കണം. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞതുപോലെ 5 d ഓർബിറ്റൽസും ആദ്യം എന്തായിരുന്നു? ദേ ആർ വാട്ട് വി കോൾ ഡീജനറേറ്റ് ആയിരുന്നു അല്ലെ. 1 2 3 4 5. സോ 5 d ഓർബിറ്റൽസും എന്താണ്? ദേ ആർ വാട്ട് വി കോൾ ഡീജനറേറ്റ് ആണ്. ഫൈൻ. സോ ദിസ് ഈസ് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഈ പറഞ്ഞതുപോലെ ഡീജനറേറ്റ് ആയിട്ടുള്ള d ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ? ഇനി നമ്മള് ഒരു സ്ഫിറിക്കൽ ഫീൽഡ് ഇവിടെ വരുന്നു എന്ന് വിചാരിക്കുക. സ്ഫിറിക്കൽ ഫീൽഡ്. സ്ഫിറിക്കൽ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ ലിഗാൻഡുകളും ഒരേപോലെ അലൈൻ ചെയ്യപ്പെടുന്നു, ഒരേപോലെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ മെറ്റലുമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഒരേപോലെ ഈ പറഞ്ഞതുപോലെ 5 ഓർബിറ്റൽസും വരികയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ ഡീജനറസി മെയിൻറ്റെയിൻ ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഡി ഓർബിറ്റൽസ് എന്നാണ് ദേ ആർ വാട്ട് വി കോൾ ഡീജനറേറ്റ് ആണ്, ദാറ്റ് മീൻസ് സെയിം എനർജിയാണ്. പക്ഷെ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും ഈ പറഞ്ഞതുപോലെ ഓർബിറ്റൽസിന് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? എനർജി കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദിസ് ഇസ് എ കണ്ടീഷൻ വെയർ there is a spherical field. ഓക്കെ, ഒരു സ്ഫെറിക്കൽ ഫീൽഡ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞു വയ്ക്കുക. ഇനി നമ്മൾ പറയാണ് ഈ കോംപ്ലക്സിലേക്ക് ലിഗാൻഡുകൾ ഒക്ടാഹിഡ്രലി ആണ് അലൈൻ ചെയ്യപ്പെടുന്നത് വിചാരിക്കുക. നമുക്കറിയാം ഒക്ടാഹിഡ്രലി അലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലെ, പിന്നെ ഡി ഇസഡ് സ്ക്വയർ, പിന്നെ ഡി എക്സ് വൈ, പിന്നെ ഡി എക്സ് ഇസഡ്, പിന്നെന്താണ് ഡി വൈ ഇസഡ് അല്ലെ. ഇതില് 3 ഓർബിറ്റൽസ് ഏതൊക്കെയാണത്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഡി എക്സ് വൈ, ഡി വൈ ഇസഡ്, ഡി എക്സ് ഇസഡ് അല്ലെ. ഡി എക്സ് വൈ, ഡി വൈ ഇസഡ് ആൻഡ് ഡി എക്സ് ഇസഡ്. ഈ 3 ഓർബിറ്റൽസ് അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? സ്റ്റെബിലൈസേഷൻ നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ബാരി സെന്ററിൽ നിന്ന് ഈ പറഞ്ഞ 3 ഓർബിറ്റൽസിന്റെ എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഫൈൻ. സോ ഈ 3 ഓർബിറ്റൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് T2G ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു വയ്ക്കുക. ഇനി 2 ഓർബിറ്റൽസിന്റെ എനർജി എന്ത് ചെയ്യുന്നു? ഇവിടെ കൂടുന്നു എന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണത്? ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ. ഈ രണ്ടിന്റെയും എനർജി കൂടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് EG ഓർബിറ്റൽ എന്ന് വിളിക്കുക. ഇതാണ് നമ്മളൊരു ഒക്ടാഹിഡ്രൽ ഫീൽഡില് ഈ പറയുന്ന ലിഗാൻഡുകൾ കാണിക്കുന്ന സ്പ്ലിറ്റിംഗ് എന്നുള്ളത്. ആൻഡ് ഈ മൊത്തം എനർജി എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ഡെൽറ്റ ഒ എന്ന് വിളിക്കുക. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുക. ഇതില് ഈ പറയുന്ന T2G ഓർബിറ്റൽസിനുണ്ടാകുന്ന സ്റ്റെബിലൈസേഷൻ ദിസ് ഇസ് വാട്ട് വി കോൾ 0.4 ആയിരിക്കും, അല്ലെങ്കിൽ 2/5 ഡെൽറ്റ ഒ എന്നുള്ളതായിരിക്കും. ഫൈൻ. ആൻഡ് ഈ പറയുന്ന EG ഓർബിറ്റൽസിനുണ്ടാകുന്ന ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3/5 ഡെൽറ്റ ഒ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ 0.6 ഡെൽറ്റ ഒ ആയിരിക്കും. ദിസ് ഇസ് 0.4 ഡെൽറ്റ ഒ എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾ 0.6 ഡെൽറ്റ ഒ എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പാറ്റേൺ പറഞ്ഞു വെക്കുക ഫോർ an octahedral ഫീൽഡ് എന്നുള്ളത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം ഈ പറഞ്ഞ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നോർമൽ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആയ ഡി ഓർബിറ്റൽസ്, ഒരു സ്പിറിക്കൽ ഫീൽഡ് വരുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് അവയുടെ സ്പ്ലിറ്റിംഗ്, ആ സ്പ്ലിറ്റിംഗ് എനർജിയുടെ വേരിയേഷൻ എന്തൊക്കെയാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുക കാൽക്കുലേറ്റ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി. അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി വെച്ചാൽ CFSE എന്നുള്ളതിനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി ഓർ സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുക. അത് ഒരു D3 സിസ്റ്റത്തിന്റെ കേസിൽ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പൊ D3 സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 3 ഇലക്ട്രോൺസ് എവിടെയായിരിക്കും ഉണ്ടാവുക? നമ്മുടെ T2G ഓർബിറ്റലായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് 4ാമത്തെ ഇലക്ട്രോൺ മുതലാണ് നമുക്ക് അത് എക്സൈറ്റ് ചെയ്യണമോ അതോ പെയർ ചെയ്യണമോ എന്നുള്ള കാര്യത്തെ കുറിച്ച്, സ്ട്രോങ് ഫീൽഡ് ആണോ വീക്ക് ഫീൽഡ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരിക. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താണ് T2G ഓർബിറ്റലിലായിരിക്കും ഈ പറഞ്ഞ പോലെ 3 ഇലക്ട്രോൺസ് ഉണ്ടാവുക. EG ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, 0 ആയിരിക്കും. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ വാട്ട് D3 സിസ്റ്റം ഇൻ സ്ട്രോങ് ഫീൽഡ് ഓർ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ CFSE എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എത്രയാണ്? 3 ഇലക്ട്രോൺസ് ഈ പറഞ്ഞതുപോലെ T2Gയിലുണ്ട്. സോ T2G ഓർബിറ്റൽസിനുണ്ടാകുന്ന സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് -0.4 ഡെൽറ്റ ഒ എന്നുള്ളതാണ്, ഇൻറ്റു 3 എന്ന് വരും, 3 എണ്ണം. EG ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ദാറ്റ് ഈസ് വാട്ട് വി കോൾ 0 എന്ന് വരും. പെയറിംഗ് എനർജി ഇവിടെ പെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് പെയറിംഗ് എനർജിയും 0 ആണ്. സോ വിച്ച് മീൻസ് നമുക്ക് പറയാൻ പറ്റും ഓവറോൾ ഈ പറഞ്ഞ CFSE എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -1.2 ഡെൽറ്റ ഒ എന്നുള്ളതാണ് എന്ത് വരിക? ഓവറോൾ CFSE വരിക. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി നമുക്കറിയാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ എനർജി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ ഫോർ ദിസ് പെക്യുലർ മോളിക്യൂൾ എന്നുള്ളതാണ്. അപ്പൊ D3 സിസ്റ്റത്തിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിംഗ് എനർജി എത്രയാണ്? -1.2
2 ഡെൽറ്റ ഒ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? So this is all about this question. Yeah, I hope you understand. So we are going for the next question. So the next question is this one. Fine. Yeah. Question is, draw the geometrical isomer of Cl2 En twice 2 plus, which among the isomer is optically active? Give reasons. Okay. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നോക്കാൻ പോവുക ഈ കോംപ്ലക്സ് ആദ്യം വരച്ചു നോക്കുക. നമുക്കറിയാം ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2 Cl2 ഉണ്ട്, ക്ലോറിഡോ ലിഗാൻഡുകൾ ഉണ്ട്, 2 En ലിഗാൻഡ് ഉണ്ട്. എന്തായിരുന്നു En എന്ന് പറയുന്നത്? ദർ ഈസ് നത്തിങ് ബട്ട് എഥിലീൻ ഡയമീൻ എന്നുള്ളതാണ്, അല്ലെ? ഇതൊരു ബൈഡന്റ് ലിഗാൻഡാണ്. അപ്പൊ മൊത്തം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 2 പ്ലസ് 2 ബൈഡന്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ 4 എന്നുള്ളതാണ്. ദർ ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പോ 6 കോർഡിനേഷൻ നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിരിക്കും, അല്ലെ? അപ്പോ അതിൽ നമ്മൾ പ്ലാറ്റിനം എന്ന് പറയുന്നത് നമ്മൾ സെൻട്രലി ഓക്യുപ്പൈ ചെയ്യുന്നത് ദിസ് ഇസ് പ്ലാറ്റിനം. ഓക്കെ, ആ പ്ലാറ്റിനത്തിലേക്ക് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് യു കോൾ 6 ലിഗാൻഡുകൾ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. സോ 6 ലിഗാൻഡുകളിൽ ഒരെണ്ണം എന്താണ്? ദറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു En ആണ്, എഥിലീൻ ഡയമീൻ ആണ്. ഒന്നല്ല, സോറി, 2 എണ്ണം ഒരു എഥിലീൻ ഡയമീൻ ആണ്. സോ ദിസ് ഇസ് ആൻ എഥിലീൻ ഡയമീൻ and this is again another ethylene diamine. Okay, and ഇനി ബാക്കിയുള്ള 2 സൈറ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു? 2 ക്ലോറിഡോ ലിഗാൻഡുകൾ വന്ന് കമ്പൈൻ ചെയ്യുന്നു. Overall this complex has a 2 plus oxidation state. So this is what you call the geometry of this peculiar complexes. Okay, ഇനി ഇതിന്റെ 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ വരച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി അറിയാം. ഇവിടെ 2 Cl ലിഗാൻഡുകൾ ഓപ്പോസിറ്റ്ലി അലൈൻഡ് ആണ്, അല്ലെ? അപ്പോ ദിസ് ഇസ് വാട്ട് യു കോൾ എന്തായിരിക്കും? ദിസ് ഈസ് ദ ട്രാൻസ്ഫോം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ കോംപ്ലക്സ് കാണിക്കുന്ന ഒരു ജോമെട്രിക്കൽ ഐസോമർ ആണത്. ദിസ് ഇസ് വാട്ട് യു കോൾ ദ ട്രാൻസ്ഫോം. ഇനി നമ്മൾ ഇതിന്റെ സിസ് ഫോം വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ സിസ് ഫോം വരിക? പറയാവോ? അതായത് ഈ പറഞ്ഞതുപോലെയും ഒക്ടാഹെഡ്രലി തന്നെ അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് പ്ലാറ്റിനം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സെൻട്രൽ ഓക്യുപ്പേഷൻ ആണ്. ആൻഡ് നമുക്കറിയാം 6 ലിഗാൻഡുകൾ ഉണ്ട്, അല്ലെ? 6 ഈ പറഞ്ഞതുപോലെ 6 ലിഗാൻഡ് അല്ല, 6 കോർഡിനേഷൻ സൈറ്റുകൾ ഉണ്ട്. ഈ 6 കോർഡിനേഷൻ സൈറ്റുകളിലേക്ക് ലിഗാൻഡിൽ ഓക്യുപ്പൈ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. അതായത് En ലിഗാൻഡിനെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് ആൻ En ലിഗാൻഡ്. ഓക്കെ, എഥിലീൻ ഡയമീൻ ഇവിടെയുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോ ഈ 2 കോർഡിനേഷൻ സൈറ്റുകളിലേക്ക് എഥിലീൻ ഡയമീൻ വന്ന് ബോണ്ട് ഫോം ചെയ്തു. ആൻഡ് സ്വാഭാവികമായിട്ടും അടുത്ത എഥിലീൻ ഡയമീനെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അഡ്ജസന്റ് ആയിട്ടുള്ള അടുത്ത 2 കോർഡിനേഷൻ സൈറ്റുകളിലേക്ക് എഥിലീൻ ഡയമീൻ വന്ന് ബോണ്ട് ഫോം ചെയ്തു. ആൻഡ് ഹിയർ വി ഹാവ് ക്ലോറിൻ. അഡ്ജസന്റ് ആയിട്ട് ഇവിടെ എന്തുണ്ട്? ക്ലോറിഡോ ലിഗാൻഡ്. ഫൈൻ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദിസ് ഇസ് വാട്ട് യു കോൾ ദ സിസ് ഫോം എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ സിസ് ഫോം ആൻഡ് ദിസ് ഇസ് വാട്ട് യു കോൾ ദ ട്രാൻസ്ഫോം. ഇനി നിങ്ങൾ നോക്കാം, ഈ കോംപ്ലക്സില് നിങ്ങൾ ഈ സിസ് ഫോമിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ മിറർ ഇമേജ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു മിറർ ഇമേജ് ഇപ്പുറത്ത് കിട്ടും, അല്ലെ? അതായത് നമുക്ക് കിട്ടുന്ന മിറർ ഇമേജ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം മിറർ ഇമേജ് നമുക്ക് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇവിടെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എക്സാക്ട്ലി സെയിം മിറർ ഇമേജ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ദിസ് ഈസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ല, ദിസ് ഈസ് സൂപ്പർ ഇമ്പോസിബിൾ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ട്രാൻസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കുമെന്ന്? ദാറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ? ബിക്കോസ് നമുക്ക് കിട്ടുന്ന സെയിം മിറർ ഇമേജ് തന്നെയായിരിക്കും. ദേ ആർ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുകളാണ്. ഇനി നമ്മൾ സിസ് ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സിസ് ഫോമിന്റെ ഒരു മിറർ ഇമേജ് നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സിസ് ഫോമിന്റെ മിറർ ഇമേജ് വരിക? നമുക്കിത് വരച്ചു നോക്കാം. ഇതായിരിക്കും സിസ് ഫോമിന്റെ മിറർ ഇമേജ്, അല്ലെ? അതായത് പ്ലാറ്റിനം ഇവിടെ ഓക്യുപ്പൈ ചെയ്യുന്നു. ആൻഡ് ഇത് ഒരു കോർഡിനേഷൻ സൈറ്റ്, ഇത് അടുത്തൊരു കോർഡിനേഷൻ സൈറ്റ്, ഇതൊരെണ്ണം, ഇതൊരെണ്ണം, അല്ലെ? ഇനി നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ഇവിടെയുള്ള En ലിഗാൻഡ് എന്തിനുള്ള പോസിബിലിറ്റി ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും, അല്ലെ? നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ മിറർ ഇമേജിൽ. ആൻഡ് ഇവിടെയുള്ള En ലിഗാൻഡ് നമ്മൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? ഫൈൻ. ഈ 2 ക്ലോറിഡോ ലിഗാൻഡുകളും എവിടെ ഉണ്ടാവും? ഈ 2 പൊസിഷൻസിലായിട്ട് ഉണ്ടാവും. ആൻഡ് ഈ ഇമേജിനെ നമ്മൾ നേരെ എടുത്തതിന്റെ മുകളിലേക്ക് വെച്ചാൽ
Did we get the same replica? No. Because ഇത് രണ്ടും എന്താണ്? They are what we call non-super impossible ആണ്. Non-super impossible mirror imageകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? It is what we call optically active ആണ് എന്ന് പറയാം. അപ്പോ ഇതിൽ രണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? സിസും ട്രാൻസും. അതിൽ ട്രാൻസ് എന്ന് പറയുന്ന ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ്, പക്ഷേ സിസ് ഫോം എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ബിക്കോസ് ട്രാൻസ് ഫോമിന്റെ കേസിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാകുന്നില്ല. സിസ് ഫോമിന്റെ കേസിൽ പക്ഷെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐസോമർ ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സിസ് ഫോം ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഗീവ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് it will produce non-superimposable mirror image എന്നുള്ളത് കൊണ്ടാണ്. Clear ആണോ? Yeah. So this is all about this question. Okay? Yeah. Then we go for the next question. This is the next question. That is question ആണ്. The octahedral complex CONH3 6 times 3 plus is diamagnetic, while COF63 is paramagnetic. Explain using VV theory. Okay, നമുക്ക് നോക്കാം. CONH3 6 times 3 plus എന്ന് പറയുമ്പോൾ CONH3 6 times 3 plus നമുക്ക് മാഗ്നറ്റിക് ബിഹേവിയർ അറിയേണ്ടത്. അപ്പൊ നമ്മൾ VV തിയറിയിൽ എന്ത് ചെയ്യണം? ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയണം അല്ലെ? അപ്പോ CO എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? NH3 എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ ഇവിടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ D6 സിസ്റ്റം ആണ് അല്ലെ? 3D6 സിസ്റ്റം ആണ്. ആൻഡ് NH3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് വി കോൾ എന്താണ്? ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഇവിടെയുള്ള 6 d ഓർബിറ്റൽസും 6 d ഇലക്ട്രോൺസും ഇവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? പെയർ ചെയ്യപ്പെടും. അങ്ങനെ പെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1 2 3 4 5 6 എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് ഇവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ദിസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും. Is that clear? Yeah. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് കോംപ്ലക്സിലേക്ക് വരാം. COF63-. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം നോക്കുക. കൊബാൾട്ട് എന്ന് പറയുന്നതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം ഫ്ലൂറിഡോ ലിഗാൻഡ് -1 ആണ്. സോ -6 അതിൽ -3 പുറത്തുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ കൊബാൾട്ട് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോളിംഗ് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. Again the same, അതായത് 3D6 കോൺഫിഗറേഷൻ ആണ്. നെക്സ്റ്റ് നോക്കേണ്ട ഒരു കാര്യം, ഫ്ലൂറിഡോ ലിഗാൻഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് ഡെൽറ്റ ഓ വാല്യൂ എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയെക്കാളും കുറവാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ there is no pairing എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. അപ്പൊ പെയറിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ d ഓർബിറ്റലിലുള്ള 6 ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും അലൈൻ ചെയ്യപ്പെടുക? 1 2 3 4 5 6 ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും അലൈൻ ചെയ്യപ്പെടുക? ദാറ്റ് ഈസ് 1 2 3 4 5. then 6ാമത്തെ ഇലക്ട്രോൺ മാത്രം പെയർ ചെയ്യപ്പെടുന്നു. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഇലക്ട്രോൺസ് ഇവിടെ അൺപെയർഡ് ആണ്. സോ there are unpaired electrons. നമുക്ക് പറയാം നമ്പർ ഓഫ് unpaired electrons എന്ന് പറയുന്നത് ഇവിടെ എത്ര എണ്ണമുണ്ട്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 4 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ പറയാൻ പറ്റും. ദാറ്റ് ഈസ് √n × n+2 ഇത്രയും ബോർ മാഗ്നറ്റോൺ എന്നുള്ളതാണ് എന്ത് വരിക? അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √4 × 4+2 അല്ലെ? ദാറ്റ് ഈസ് 4 × 6 എന്ന് വരും. ദാറ്റ് ഈസ് 24. നമുക്കറിയാം 25 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. √24 എന്ന് പറയുന്നത് √25 5 ആണ്. √24 എന്ന് പറയുന്നത് 4.9 സംതിങ്. അത്രയും ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഇതിന്റെ വാല്യൂ. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദിസ് കോംപ്ലക്സ് ഈസ് വാട്ട് വി കോൾ എന്തായിരിക്കും എന്ന്? ഇറ്റ് ഈസ് എ പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും.
അപ്പോ ദിസ് വൺ ഈസ് ഡയമagnetic because there is no unpaired electron and this one is paramagnetic. അത് നമുക്ക് എന്തിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? VB തിയറിയുടെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. Clear? Yeah. So we go for the next question. Question is this much. Which among the following shows optical isomerism? കുറെ കോംപ്ലക്സ് വന്നിട്ടുണ്ട്. NiCO4 ഉണ്ട്, അതുപോലെ തന്നെ COF6 3- ഉണ്ട്, CisCONH3 4 times Cl2 ഉണ്ട്, അതുപോലെ ട്രാൻസ് CONH3 4 times Cl2 ഉണ്ട്. നമ്മൾ ഓരോ കോംപ്ലക്സസ് ആയിട്ട് വരച്ചു നോക്കുക. ഫസ്റ്റ് വൺ നമ്മൾ ഈ പറഞ്ഞതുപോലെ NiCO4 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമുക്കറിയാം. ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. നിക്കൽ ടെട്രാ കാർബണിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളുടെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈസ് ദർ ജോമെട്രിക്കൽ ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ ആണോ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളുടെ കേസിൽ? അല്ല. അപ്പോ ഇതെല്ലാം സിമിലർ ലിഗാൻഡുകൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണ്? ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി, നമുക്ക് പറയാം ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് എന്ന് പറയാം. ക്ലിയർ? സിമിലർ ലിഗാൻഡ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇമേജ് വരച്ചാൽ, മിറർ ഇമേജ് വരച്ചാൽ ഒരു നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഇവിടെ കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ COF6 3- നോക്കാം. അപ്പൊ COF6 3- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 6 ഫ്ലൂറിഡോ ലിഗാൻഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദിസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞായിരിക്കും ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു ഒപ്റ്റിക്കലി ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിരിക്കും. പക്ഷേ ഇവിടെ എല്ലാ ലിഗാൻഡുകളും സെയിം ആണ് അല്ലെ? ദാറ്റ് ഈസ് ഫ്ലൂറിൻ 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 ആൻഡ് ഫ്ലൂറിൻ. നിങ്ങൾ ഇതിന്റെ ഒരു മിറർ ഇമേജ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ കോംപ്ലക്സിന്റെ ഒരു മിറർ ഇമേജ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിന്റെ മിറർ ഇമേജ് കിട്ടുക? ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം അല്ലെ? കൊബാൾട്ട്, ദെൻ ഈ പറഞ്ഞ പോലെ 6 ഫ്ലൂറിഡോ ലിഗാൻഡുകൾ ഇതായി ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഹിയർ വി ഹാവ് ഫ്ലൂറിൻ 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 ആൻഡ് ഫ്ലൂറിൻ ഫ്ലൂറിൻ. So these two are what we call എന്താണ്? They are non superimposable mirror ഇമേജുകളല്ല, they are superimposable. അതുകൊണ്ട് ഇതൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോംപ്ലക്സ് ആണോ? അല്ല. ഇനി നമ്മൾ ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ട്രാൻസ് CONH4Cl2 എന്നുള്ളത്. അപ്പോ എന്താണ് ആ ഒരു കോംപ്ലക്സ് എന്ന് പറയാവോ? ട്രാൻസ് CONH4Cl2, അതും ഈ പറഞ്ഞ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് അല്ലെ? അപ്പോ നമ്മൾ ആ കോംപ്ലക്സ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ് എന്നാണ് പറഞ്ഞിരിക്കുക അല്ലെ? അപ്പൊ ട്രാൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ക്ലോറിഡോ ലിഗാൻഡുകൾ എങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ്ലി അലൈൻഡ് ആയിരിക്കണം. ആൻഡ് ബാക്കിയുള്ള 3 അമിനോ ലിഗാൻഡുകൾ എങ്ങനെയായിരിക്കണം അലൈൻ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ. ഹിയർ വി ഹാവ് NH3, ഹിയർ വി ഹാവ് NH3 ആൻഡ് ഹിയർ വി ഹാവ് NH3 ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് NH3. ഇതായിരിക്കണം ഇതിന്റെ അലൈൻമെന്റ്. ഫൈൻ. ഇനി നിങ്ങൾ നോക്കുകയും ഇതിന്റെ ഒരു സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണോ ഇതിന് കിട്ടുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല അല്ലെ? അതായത് നിങ്ങൾ ഈ കോംപ്ലക്സിന്റെയും മിറർ ഇമേജ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈ ഒരു കോംപ്ലക്സിന്റെ മിറർ ഇമേജ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം ആയിരിക്കും അല്ലെ? അതായത് CO, then ക്ലോറിഡോ ലിഗാൻഡ് ഇവിടുത്തെ പോലെ തന്നെ അവിടെയും ഉണ്ടാവും. ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് ക്ലോറിഡോ ലിഗാൻഡ്, ഹിയർ വി ഹാവ് NH3 അല്ലെ? ഈ NH3 ലിഗാൻഡുകൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഹിയർ ഓൾസോ വി ഹാവ് NH3, here we have NH3 and here also we have NH3 അല്ലെ? ആൻഡ് സ്വാഭാവികമായിട്ടും ഈ 2 കോംപ്ലക്സുകളും എന്താണ്? they are what we call identical ആണ്, അല്ലെങ്കിൽ they are super impossible ആണ്. അപ്പോ ഈ 3 what we call കോമ്പൗണ്ടുകളും എന്തിനുള്ള പോസിബിലിറ്റി ഇല്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോംപ്ലക്സസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. റീസൺ മനസ്സിലായി കാണും. നമ്മൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുകളല്ല ഇത് 3ഉം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മുടെ ഏത് കോംപ്ലക്സിനാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈ ഒരു കോംപ്ലക്സിനാണ്. നോക്കാം, അതായത് CisCONH3 4 times Cl2 എന്ന് പറയുന്നത് ഈ ഒരു കോംപ്ലക്സിന് എടുക്കുന്നു വിചാരിക്കാം. ഫൈൻ. നമുക്കറിയാം ഇത് സിസ് ആണ്. ആൻഡ് എത്ര കോർഡിനേഷൻ സൈറ്റുകൾ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ 6 കോർഡിനേഷൻ സൈറ്റുകൾ ഉണ്ട് അല്ലെ? 4 NH3 ഗ്രൂപ്പുകളും 2 ക്ലോറിഡോ ലിഗാൻഡുകളും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോംപ്ലക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ CO 6 കോർഡിനേഷൻ സൈറ്റുകൾ പോസിബിൾ ആണ്. ഈ 6 കോർഡിനേഷൻ സൈറ്റുകളിൽ ഇത് സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലോറിഡോ ലിഗാൻഡുകൾ എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്? അഡ്ജസന്റ് സൈഡില്.
ആൻഡ് ബാക്കിയുള്ള NH3 ലിഗാൻഡുകൾ എങ്ങനെയായിരിക്കണം? ദാ ഈ രീതിയിൽ അലൈൻ ചെയ്യപ്പെടണം. ദാ ഇതാണ് അതിന്റെ സിസ് കോമ്പിനേഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുക അല്ലെ. ഇനി ഇതിന്റെ ഒരു മിറർ ഇമേജ് നിങ്ങൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഈ കോംപ്ലക്സിന്റെ മിറർ ഇമേജ് നമ്മൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ മിറർ ഇമേജ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ മിറർ ഇമേജ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം ആയിരിക്കുമോ? അല്ല. നോക്കിയാൽ നിങ്ങള്, അതായത് ഈ കൊബാൾട്ട് ഇവിടെ ഉണ്ടാവും, ഫൈൻ, ആൻഡ് ഈ ക്ലോറിഡോ ലിഗാൻഡ് ദാ ഇവിടെ ഉണ്ടാവും, ഈ ക്ലോറിഡോ ലിഗാൻഡ് ദാ ഇവിടെ ഉണ്ടാവും. ക്ലിയർ? ആൻഡ് ഇനി NH3 ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്കിയാൽ ഹിയർ വി ഹാവ് ആൻ NH3 ഗ്രൂപ്പ്, ആൻഡ് ഹിയർ വി ഹാവ് ആൻ NH3 ഗ്രൂപ്പ്, ആൻഡ് ഹിയർ വി ഹാവ് ആൻ NH3 ഗ്രൂപ്പ്, ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് ആൻ NH3 ഗ്രൂപ്പ്. ഇങ്ങനെയായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഒബ്വിയസ്ലി ഈ രണ്ട് കോംപ്ലക്സുകളും എന്താണ്? ദേ ആർ വാട്ട് വി കോൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇത് നമ്മൾ ഇതിനെ മുകളിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഐഡന്റിക്കൽ. അതുകൊണ്ട് ഇവയ്ക്ക് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് ദേ ആർ വാട്ട് വി കോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ 4 കോംപ്ലക്സസിൽ ഇത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറുകൾ ഉണ്ടാക്കുക. ക്ലിയർ ആണോ? ബാക്കിയുള്ളത് എന്തുകൊണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറുകൾ ഉണ്ടാക്കിയില്ല എന്നുള്ള കാര്യം മനസ്സിലായോ? ഈ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? ക്വസ്റ്റ്യൻ നമ്പർ 2 or this second part. Identify the geometrical isomer of CONH3 thrice Cl3 and give their structure. ആദ്യം നോക്കേണ്ട ഒരു കാര്യം, ഇത് സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണോ എന്ന് നോക്കുക. നമുക്കറിയാം അല്ല, അല്ലെ? കാരണം ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഒരിക്കലും നമുക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ലിഗാൻഡുകൾ ഒക്ടാഹിഡറിൽ വന്നാൽ മാത്രമാണ് അതിന്റെ സിസ് ട്രാൻസ് ഐസോമറിസം പറയാൻ പറ്റുക. ഇവിടെ നമുക്ക് സിസ് ട്രാൻസ് ഐസോമറിസം പറയാനായിട്ട് പറ്റില്ല. പിന്നെ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് MA3B3 എന്ന് പറയുന്ന ഒരു ഫോമിലുള്ള കോംപ്ലക്സ് അല്ലേ? ആൻഡ് ദിസ് ഇസ് ആൻ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ഓൾസോ അല്ലെ? അതിൽ A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും 2 മോണോഡെന്റൈൻ ലിഗാൻഡുകളാണ്, അതായത് അമിനോയും ക്ലോറിഡോയും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഫാക് ആൻഡ് മെർ ഐസോമറിസം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇല്ലേ? ഇവിടുത്തെ ജോമെട്രിക്കൽ ഐസോമറിസം എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഫാക് ആൻഡ് മെർ ഐസോമറിസം. നമുക്കറിയാം എങ്ങനെയാണ് ഫാക് ആൻഡ് മെർ ഐസോമറിസം പറയുക? ദാറ്റ് ഈസ് ഫാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേഷ്യൽ ഐസോമറിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാക് എന്ന് വിളിക്കുക അല്ലെ? സോ എന്തായിരുന്നു ഫേഷ്യൽ ഐസോമറിസം? അതായത് ഈ പറഞ്ഞതുപോലെ കൊബാൾട്ട് ദെൻ ഒരേപോലെയുള്ള ലിഗാൻഡുകൾ ഫേസിൽ അലൈൻ ചെയ്യപ്പെടുന്നു. അതായത് 3 ക്ലോറിഡോ ലിഗാൻഡുകൾ ഈ ഒക്ടാഹിഡറിന്റെ ഒരു ഫേസിലും ബാക്കിയുള്ള 2 ഈ പറഞ്ഞതുപോലെ അതായത് ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള 3 അമിനോ ലിഗാൻഡുകൾ മറ്റൊരു ഫേസിലുമായിട്ട് അലൈൻ ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. NH3 NH3 NH3. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഈ കാണുന്നത് എന്താണ്? ഒരു ഫേസ് ആണ് അല്ലെ? ദിസ് ഇസ് വൺ ഫേസ്. ആൻഡ് ഈ കാണുന്നത് എന്താണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ അനദർ ഫേസ് ആണ് അല്ലെ? ഈ ഓരോ ഫേസിലുമായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ലിഗാൻഡുകൾ അലൈൻ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫേഷ്യൽ ഐസോമറിസം അല്ലെങ്കിൽ ഫാക് ഐസോമർ എന്ന് പറഞ്ഞു വെക്കുക. ഇനി മെർ ഐസോമറിസം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതായത് മെർ ഐസോമറിസം മീൻസ് മെരിഡീനിയൽ ഐസോമറിസം എന്നുള്ളതാണ് അല്ലെ? അതായത് ഈ പറഞ്ഞതുപോലെ ലിഗാൻഡുകൾ അലൈൻ ചെയ്യുമ്പോൾ കോബാൾട്ട് ഇതിൽ ലിഗാൻഡുകൾ അലൈൻ ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം 6 സൈറ്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ 6 സൈറ്റുകളിൽ ലിഗാൻഡ് അലൈൻ ചെയ്യപ്പെടുക പ്ലെയിനാർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ 3 ഒരേപോലെയുള്ള ക്ലോറിഡോ ലിഗാൻഡുകൾ ഈ ഒരു പ്ലെയിനിലുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു പ്ലെയിനിൽ 3 ഒരേപോലെയുള്ള ലിഗാൻഡ് അലൈൻ ചെയ്യപ്പെടുന്നു. ഇനി മറ്റൊരു പ്ലെയിനില് ഈ പറഞ്ഞതുപോലെ 3 അമിനോ ലിഗാൻഡുകൾ, അതായത് ഹിയർ വി ഹാവ് 1 NH3, ഹിയർ വി ഹാവ് അനദർ NH3, ഹിയർ വി ഹാവ് അനദർ NH3. സോ ഒരേപോലെയുള്ള പ്ലെയിനുകളിൽ ഈ പറഞ്ഞതുപോലെ 3 അമിനോ ലിഗാൻഡുകൾ അലൈൻ ചെയ്യപ്പെടുന്നു എങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെരിഡീനിയൽ ഐസോമറിസം അല്ലെങ്കിൽ മെർ ഐസോമർ എന്ന് പറഞ്ഞു വെക്കുക. അപ്പോ MA3B3 എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കോംപ്ലക്സുകൾ കാണിക്കാൻ പോസിബിലിറ്റി ഉള്ളത് ഏതാണ്? ഫാക് ആൻഡ് മെർ ഐസോമറിസം ആണ്. ക്ലിയർ ആണോ? സോ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയേഴ്സിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ടത്. സോ താങ്ക് യു.